ഇനിയില്ല, ഈ അപമാനം അനുഭവിച്ച് ഞാൻ ഇനി പ്രിയദർശിനിയിൽ കയറില്ല. ദേ സൂക്ഷിച്ചു വെച്ച ഈ ഒരു ടിക്കറ്റ് ഞാൻ ഇവിടെ കളയുവാണ്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. CP ജോൺ ഇന്ന് പറഞ്ഞത് വല്ലാതെ അങ്ങ് കൊണ്ട്. ഒന്നുമില്ലെങ്കിലും ഞങ്ങളുടെ നികുതി മറ്റു പല രീതിയിൽ പിരിച്ചെടുത്തിട്ട് തന്നെയല്ലേ ഞങ്ങൾ ഈ സർക്കാരിനെ പൊക്കി ഞങ്ങൾക്ക് നേതൃത്വം നൽകാനായിട്ട് പിടിച്ചിരുത്തിയിരിക്കുന്നത്. എന്നിട്ട് ആ ഞങ്ങളോട് തന്നെ വേണമായിരുന്നോ ഈ പറച്ചില്? ഇനി എൻ്റെ പ്രിയദർശിനി ബസ് അനുഭവം പറയാം. ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് രാവിലെ ബസ് കയറിയാൽ ഒരു തള്ളിക്കയറ്റവും ഞാൻ കാണാറില്ല. വലിഞ്ഞിഴഞ്ഞു വരുന്ന സാധാരണ ഓർഡിനറി ബസ്സിൽ ജോലിക്ക് പോകാനായി അടുക്കളപ്പണിയും ഒതുക്കി വരുന്ന സ്ത്രീകള് അങ്ങനെ വലിഞ്ഞു തള്ളിക്കയറില്ല സാറേ. പിന്നെ വിനോദസഞ്ചാരം എന്ന രീതിയിൽ പൊന്മുടിക്ക് പോകുന്ന ബസ്സിലെ തള്ളിക്കയറ്റം, അതാണ് സാർ ഉദ്ദേശിച്ചത് എങ്കിൽ ശരിയാണ്. അവിടെ സ്ത്രീകൾ മുൻപ് പോകുന്നതിനേക്കാൾ കൂടുതൽ പേര് പോകുന്നുണ്ട്. വീട്ടിൽ സ്ത്രീകൾ ഒതുങ്ങിക്കൂടരുത്. സ്ത്രീകളാണ് വീട്ടിലെ ക്യാഷൊക്കെ സൂക്ഷിക്കുന്നവർ. അവർ പൊതുഗതാഗതം ഉപയോഗിച്ചാൽ പരസ്യ കമ്പനികൾക്ക് നേട്ടം, അവരുടെ കയ്യിലെ ക്യാഷ് ചെലവാകുന്നതോടെ വാണിജ്യ മേഖലയ്ക്ക് നേട്ടം എന്നൊക്കെ മറ്റൊരു വിവരണം പ്രിയദർശിനി സൗജന്യ യാത്രയുടെ തുടക്കത്തിൽ കേട്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പോൾ അത്തരം വിവരണങ്ങളൊന്നും ഇല്ലേ? ഇതിപ്പോൾ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങളെ നാണം കെടുത്തിയതുപോലെ ആയിപ്പോയി. അപ്പോൾ മംഗളം TV ഓപ്പൺ ടോക്കിലൂടെ ഇന്ന് ഓപ്പൺ ആയിട്ട് ചോദിക്കുന്നത് ഗതാഗത മന്ത്രി CP ജോണിനോടാണ്. മുഖ്യമന്ത്രി ആ ഒരു പദ്ധതി കൊണ്ടുവന്നപ്പോൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഞാൻ ഇതിനെ കാണുന്നത് സ്ത്രീകൾക്ക് നൽകുന്ന ഔദാര്യമായിട്ടല്ല, സ്ത്രീകൾക്ക് അഭിമാനത്തോടു കൂടി സർക്കാർ വണ്ടിയിൽ യാത്ര ചെയ്യാൻ കഴിയുക. അത് സൗജന്യമല്ല, ഞങ്ങളുടെ സർക്കാർ, ഞങ്ങളുടെ വാഹനം എന്ന അഭിമാനമാണത്. എവിടെ ഇത് പറഞ്ഞ മുഖ്യമന്ത്രി സതീശൻ സാർ എവിടെ? ഈ പദ്ധതി ഈ സംസ്ഥാനത്തെ സ്ത്രീകളോടുള്ള ആദരവായി കാണേണ്ട ഒന്നാണ്. സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ബഹുമാനിക്കാൻ പറ്റിയില്ലേലും ഇങ്ങനെ അപമാനിക്കരുത് കേട്ടാ. ഇപ്പൊ ചിരിക്കുന്ന മുഖ്യമന്ത്രിയും കരയുന്ന കേരളത്തിലെ സ്ത്രീകളും ഇതാണ് അവസ്ഥ. ഇനി പൊട്ടിപ്പൊളിഞ്ഞു കിടന്ന KSRTC ബസ് എങ്ങനെയൊക്കെയോ ഗണേഷ് കുമാർ എടുത്തു പൊക്കിക്കൊണ്ടു വന്നു. പ്രിയദർശിനി പദ്ധതി വന്നപ്പോൾ അങ്ങനെ ഒരു വൻ പ്രൊമോഷൻ KSRTCക്ക് ലഭിച്ചിരുന്നു. അത് വേണ്ട വിധത്തിൽ തന്ത്രപരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കാത്തതിന്റെ കുറ്റം ആരുടെ തലയിൽ വെക്കും സാറേ? പല സാമ്പത്തിക നിരീക്ഷകരും അന്ന് പറഞ്ഞത് ഇത് മികച്ച ഒരു സാമ്പത്തിക നേട്ടം കൊണ്ടുവരും, വരും കാലങ്ങളിൽ KSRTCക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എന്നിട്ട് ഇപ്പോൾ എവിടെ പോയി ഈ നേട്ടങ്ങളൊക്കെ? ഇനി CP ജോൺ സാറിന്റെ ഈ പ്രസ്താവന അത് വെറും ഒരു നാക്കുപിഴയാണോ? അങ്ങനെ എവിടെയെങ്കിലും വന്നായിരുന്നോ? അതുമല്ലെങ്കിൽ നിങ്ങൾ മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയാണ് ഇതൊക്കെ എന്നതാണല്ലോ പതിവ് പല്ലവി എന്ന് പറയുന്നത്. പാവപ്പെട്ട അമ്മമാര് മക്കളെ സ്വകാര്യ സ്കൂളിൽ അയക്കുന്നതിനെയും അതുപോലെ നിർധരരായിട്ടുള്ളവർ ചികിത്സയ്ക്കായിട്ട് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നതിനെയും ഒക്കെ പരിഹസിച്ചുകൊണ്ടുള്ള വലിയൊരു ആഴത്തിലുള്ള പ്രസംഗമാണ് അങ്ങോട്ട് നടത്തിയത്. പാവപ്പെട്ടവർ എന്നും പാവപ്പെട്ടവരായിട്ട് തന്നെ കഴിയണം എന്ന് സാറിന്റെ ചിന്താഗതിയാണ് ഇവിടെ പുറത്തു വരുന്നതെന്ന് സാറൊന്ന് ഓർക്കണം. ഈ വിഷയത്തിലെ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ സ്ത്രീ സുരക്ഷയ്ക്കും സാമൂഹിക നീതിക്കും വേണ്ടി വാതോരാതെ സംസാരിച്ച VD സതീശൻ സ്വന്തം മന്ത്രിസഭയിലെ ഒരു മന്ത്രി പാവപ്പെട്ട സ്ത്രീകളെ ഇങ്ങനെ പരാമർശിച്ചപ്പോൾ പുലർത്തുന്ന ആ ഒരു മൗനം ഉണ്ടല്ലോ, അത് ശരിക്കും എനിക്കങ്ങോട്ട് മനസ്സിലാകുന്നേയില്ല. ജോൺ സാറേ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. കേരളത്തിലെ സ്ത്രീകൾ എപ്പോഴെങ്കിലും സർക്കാരിനോട് പോയി പറഞ്ഞായിരുന്നോ ഞങ്ങൾക്ക് സൗജന്യമായി യാത്ര തരൂ എന്ന്? ഇല്ലല്ലോ. പ്രിയദർശിനി നിങ്ങളുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു. നിങ്ങൾ വാഗ്ദാനം ചെയ്തത് കേരളത്തിലെ സ്ത്രീകൾ അങ്ങോട്ട് വിശ്വസിച്ചു, വോട്ട് ചെയ്തു, നിങ്ങളെ അധികാരത്തിലിരുത്തി. ഇപ്പോൾ മുൻഗണന നിശ്ചയിക്കേണ്ടത് ആരാണ്? സർക്കാരല്ലേ? പണമുള്ളവർക്ക് കൊടുക്കേണ്ട എന്ന് തീരുമാനിക്കാമായിരുന്നു, വരുമാന പരിധിയൊക്കെ വെക്കാമായിരുന്നു, അപേക്ഷ വാങ്ങണമായിരുന്നു, കാർഡ് വല്ലതും കൊടുക്കണമായിരുന്നു. ഇതൊന്നും ചെയ്തില്ല. എല്ലാവർക്കും അങ്ങ് പദ്ധതി വാരിക്കോരി കൊടുത്തു. ഇപ്പോൾ മാസങ്ങൾ കഴിയും മുന്നേ തന്നെ അതേ സ്ത്രീകളെ നോക്കി ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഈ ബസ്സിൽ കയറുന്നത്? ഇതെന്ത് ന്യായമാണ്? ഇനി സ്വകാര്യ സ്കൂളിന്റെ കാര്യം. സാറേ, ഓരോ അമ്മയുടെയും ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് അറിയോ? താൻ അനുഭവിച്ച കഷ്ടപ്പാട് തൻ്റെ മക്കൾ അനുഭവിക്കരുത്. അതിനുവേണ്ടിയാണ് ഒരു വീട്ടമ്മ സ്വന്തം ആവശ്യങ്ങളൊക്കെ മാറ്റിവെക്കുന്നത്. നമ്മുടെ രാജ്യത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. ഇവിടെ എങ്ങനെ പഠിച്ചാൽ എന്ത് ജോലി കിട്ടി എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളത് ആർക്കും അറിയത്തില്ല. PSC പരീക്ഷ മാത്രം പ്രതീക്ഷിച്ചിരുന്നാൽ സാധിക്കുമോ? അവിടെയും അഴിമതി. നീറ്റ് പരീക്ഷയിലോട്ട് കടക്കുന്നില്ല ഞാൻ. കാരണം എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ വേറൊരു എപ്പിസോഡ് ഞാൻ തുടങ്ങേണ്ടി വരും. അപ്പോൾ പഠനത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു വിട്ടുവീഴ്ചയും ആരും ചെയ്യില്ല. കാരണം വിദ്യാഭ്യാസം ചെലവല്ല.
അത് നാളേക്കുള്ള ഒരു നിക്ഷേപമായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഇത് കേരളത്തിലെ ഓരോ കുടുംബവും മനസ്സിലാക്കിയ ഒരു സത്യം തന്നെയാണ്. അതുകൊണ്ടാണ് കൂലിപ്പണിക്കാരന്റെ മകളും ഓട്ടോ ഡ്രൈവറിന്റെ മകനും വീട്ടുജോലിക്കാരിയുടെ കുട്ടിയും ഒക്കെ ഫീസ് കൊടുത്ത് നല്ല സ്കൂളിൽ പഠിക്കുന്നത്. അതിനെന്താണ് ഇപ്പൊ തെറ്റ്? ദാരിദ്ര്യം പാരമ്പര്യമായി മക്കൾക്ക് കൈമാറണമെന്നാണോ ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്? അല്ലല്ലോ. അതിനെയാണ് ഇന്ന് കുറ്റമായിട്ട് ഇങ്ങനെ ചിത്രീകരിക്കുന്നത്. ഇനി സർക്കാർ ആശുപത്രികളുടെ കാര്യവും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രിയിൽ പോകാതെ സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുന്നു എന്ന്. സാറേ, സർക്കാർ ആശുപത്രി ആരുടേതാണ്? സർക്കാരിന്റെ സ്വകാര്യ സ്വത്താണോ? അല്ലല്ലോ. ജനങ്ങളുടെ നികുതി പണം കൊണ്ടുണ്ടാക്കിയ ആശുപത്രിയാണ്. അവിടെ ചികിത്സ നേടുന്നത് ഒരു ഔദാര്യം വാങ്ങുന്നതല്ല, അത് ഓരോ പൗരന്റെയും അവകാശമാണ്. പിന്നെ സ്വകാര്യ ആശുപത്രിയിൽ പോകാത്തത് അഭിനയമാണെന്ന് പറയുന്നത് എങ്ങനെ ശരിയാകും? എല്ലാവർക്കും മന്ത്രിമാരെ പോലെ വിദേശത്ത് ചികിത്സിക്കാൻ കഴിയുമോ? എല്ലാവർക്കും ലക്ഷങ്ങൾ മുടക്കി കോർപ്പറേറ്റ് ആശുപത്രിയിൽ പോകാൻ കഴിയുമോ? ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു കുടുംബം ബാങ്ക് വായ്പ, വീട് വാടക, കുട്ടികളുടെ ഫീസ്, റേഷൻ സാധനങ്ങൾ, വൈദ്യുതി ബില്ല് എല്ലാം കഴിഞ്ഞിട്ടാണ് ജീവിക്കുന്നത്. അവർക്കുള്ള ആകെ തുണ എന്ന് പറയുന്നത് സർക്കാർ ആശുപത്രിയാണ്. ഇവിടെ വരാന്തേ ഉള്ളൂ എങ്കിൽ അവിടെയെങ്കിലും ചുരുണ്ടുകൂടും. വരാന്ത മാത്രമായി പോയത് ആരുടെ കുഴപ്പം കൊണ്ടാ? ഇനി ഈ ബസ്സിന് കൊടുത്തുകൊണ്ടിരുന്ന ടിക്കറ്റ് ചാർജ് കൊണ്ടേ ഇവിടെ അമ്മമാരും സ്വർണം വാങ്ങി കൂട്ടുന്നില്ല. പകരം ഒരു കവറ് പാല് വാങ്ങാം. 100 രൂപ ലാഭിച്ചാൽ ഒരു ദിവസത്തെ പച്ചക്കറി വാങ്ങാം. ഇതൊക്കെയാണ് സാധാരണക്കാരന്റെ കണക്ക്. ആ കണക്ക് അറിയാത്തവർക്ക് ഈ തിരക്കും ഈ ക്യൂവും ഈ ഓട്ടവും എല്ലാം അഭിനയമായിട്ട് തോന്നും. ഇത് അവരുടെ ജീവിതമാണ് സാറേ. ഇനി ഈ ഒരു പ്രസംഗം അത് മന്ത്രി എവിടെയാണ് നടത്തിയതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? കേരള പ്രൈവറ്റ് ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ വേദിയിൽ. അതായത് പ്രിയദർശിനി വന്നതോടെ യാത്രക്കാർ കുറഞ്ഞു എന്ന് പരാതിപ്പെടുന്ന സ്വകാര്യ ബസ് ഉടമകളുടെ മുന്നിൽ. അവിടെ നിൽക്കുമ്പോൾ സർക്കാർ ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് കേവലം ഒരു യാദൃശ്ചികമായിട്ടുള്ള കാര്യമാണോ? അതോ ആരെങ്കിലെയും സന്തോഷിപ്പിക്കാനുള്ള ഒരു ശ്രമമാണോ? ഇതൊക്കെ കേട്ടപ്പോൾ CPM നേതാവും മഹിളാ അസോസിയേഷൻ ദേശീയ നേതാവുമായിട്ടുള്ള PK ശ്രീമതി അടക്കം നിരവധി പേര് രംഗത്ത് വന്നിട്ടുണ്ട്. കേരളത്തിലെ സ്ത്രീകളെ അപമാനിക്കുന്ന ഒരു മന്ത്രി, ആ ഒരു മന്ത്രിയുടെ പ്രസംഗത്തെയൊക്കെ അങ്ങനെ പറഞ്ഞ് ആരോപിക്കുന്നൊക്കെ ഉണ്ട്. വ്യാപക പ്രതിഷേധം ഉയർന്നപ്പോൾ മന്ത്രി ഒരു വലിയ മലക്കമറിച്ചിൽ അങ്ങോട്ട് നടത്തി. സ്ത്രീകളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് എന്നും ആരും അഭിനയിക്കുന്നു എന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. ഈ ന്യായീകരണം മാത്രം മതിയോ സാറേ? അതോ സർക്കാർ ഇതിൽ വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് പറയണ്ടേ? നിങ്ങൾ പ്രകടന പത്രികയിൽ പ്രിയദർശിനി എന്ന് വെണ്ടയ്ക്ക വലിപ്പത്തിൽ അച്ചടിച്ച് വിതരണം ചെയ്തതല്ലേ? കേരളത്തിൽ നല്ലൊരു വിഭാഗം സ്ത്രീകളും അത് കണ്ട് വോട്ട് ചെയ്ത് നിങ്ങളെ അധികാരത്തിൽ എത്തിച്ചതല്ലേ? മുൻഗണന നിശ്ചയിക്കേണ്ടത് അപ്പോൾ നിങ്ങളായിരുന്നില്ലേ? ഞാൻ പോകുന്നു. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. കേരളത്തിലെ പല പ്രമുഖരും പ്രത്യേകിച്ച് മന്ത്രിമാരടക്കം മക്കളും കൊച്ചുമക്കളും ഫീസ് കൊടുക്കുന്ന സ്വകാര്യ സ്കൂളുകളിലല്ലേ? സൗജന്യ യാത്ര ഒരുക്കി തന്നു എന്ന് കരുതി സാധാരണക്കാരുടെ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? എന്തൊരു ആഗ്രഹമായിരുന്നു! VD സതീശൻ മുഖ്യമന്ത്രിയാകണം, VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണം എന്നൊക്കെ ആഗ്രഹിച്ച് പിടിച്ചങ്ങോട്ട് കയറ്റിയതല്ലേ നമ്മൾ എല്ലാവരും കൂടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. ഒന്നുമില്ലെങ്കിലും ഞങ്ങളുടെ നികുതി പണം കൊണ്ടല്ലേ നിങ്ങൾ സർക്കാർ ഓടുന്നത്. പെട്രോൾ അടിക്കുമ്പോൾ നികുതി, സാധനം വാങ്ങുമ്പോൾ നികുതി, വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ നികുതി, ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും ഈ സർക്കാരിന് ഞങ്ങൾ പണം കൊടുക്കുന്നുണ്ട്. ആവശ്യമാണ്. കഴിഞ്ഞ സർക്കാർ ഉണ്ടാക്കി വെച്ച കടം വിളിച്ചു കൂവിക്കൊണ്ടാണ് ഈ സർക്കാർ വന്നത്. അയ്യോ, നമ്മൾ കേരളം കടത്തിലാണ് എന്ന് കരുതി മുണ്ട് മുറുക്കി ഉടുത്ത് അങ്ങോട്ട് ജീവിക്കാൻ നമ്മൾ അങ്ങോട്ട് റെഡിയായിരുന്നു. എല്ലാ കേരള ജനതയും ഇത് അങ്ങോട്ട് പറഞ്ഞതുമാണ്. അത് മാത്രമല്ല, ഇത് വെറും ഒരു സൗജന്യ യാത്രയല്ല, ദീർഘകാല നിക്ഷേപമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബസ്സിൽ ആളുകൾ കൂടും, അതിനനുസരിച്ച് മറ്റ് യാത്രക്കാർ വരും, ഡിപ്പോകളിൽ വരുമാനം കൂടും, സ്റ്റേഷനുകളുടെ വ്യാപാരം കൂടും, സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് KSRTCയിലേക്ക് സ്ത്രീകൾ വരും. ഇങ്ങനെയൊക്കെ ഒരുപാട് പറഞ്ഞായിരുന്നല്ലോ. ഇതൊക്കെയായിരുന്നു ആദ്യത്തെ വിലയിരുത്തലുകൾ. അങ്ങനെ ഒരു അവസരമൊക്കെ ലഭിച്ചിട്ടും അതിനെ ശക്തമായ ഒരു സാമ്പത്തിക മോഡലാക്കി മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ആരുടെ ഉത്തരവാദിത്തമാണ്? ബസ്സിൽ കയറിയ ഞങ്ങളെപ്പോലുള്ള സ്ത്രീകളുടേതോ? പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് സർക്കാരാണ്. സർവീസ് കൂട്ടണം, വരുമാന മാർഗങ്ങൾ കണ്ടെത്തണം, ടിക്കറ്റിംഗ് മികച്ച രീതിയിലോട്ട് മാറ്റണം, ഡിജിറ്റൽ പരസ്യങ്ങൾ കൊണ്ടുവരണം, ബസ് സ്റ്റാൻഡുകൾ വരുമാന കേന്ദ്രങ്ങളാക്കണം. അല്ലാതെ പദ്ധതി ഉപയോഗിച്ച ജനങ്ങളെ കുറ്റപ്പെടുത്തുന്നതാണോ പരിഹാരം? ഇതിൽ മുഖ്യമന്ത്രി വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് പറഞ്ഞേ പറ്റൂ. കാരണം മുഖ്യനാണ് ഇത് കൊണ്ടുവന്നത്. മന്ത്രി പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? കേരളത്തിലെ സ്ത്രീകളോട് ഒരു ക്ഷമാപണമൊക്കെ ഇതിനകത്ത് വേണോ വേണ്ടയോ? ജനങ്ങൾക്ക് ഇതറിയാനുള്ള ഒരു അവകാശമുണ്ട്. കാരണം ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ ആത്മാഭിമാനമാണ് ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ പറ, ജോൺ സാറ് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ?
മംഗളം ഓപ്പൺ ടോക്കിൽ ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കണ്ട.